എന്താണ് ആ മവദ്ദയും റഹ്മയും? ആ മവദ്ദയും റഹ്മയും എന്ന് വെച്ചാൽ, മവദ്ദ എന്ന് വെച്ചാൽ പാഷനേറ്റ് ലവാണ്, റഹ്മ എന്ന് വെച്ചാൽ കമ്പാഷനേറ്റ് ലവാണ്. മവദ്ദ എന്ന് വെച്ചാൽ പാഷനേറ്റ് ലവാണ്. മവദ്ദ നമ്മൾ രണ്ട് ഇണകൾ ചേർന്നതിൻ്റെ ആദ്യ കാലങ്ങളിൽ നന്നായി ഉണ്ടാവുന്ന സാധനമാണ് മവദ്ദ. അവിടെ ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതലായിരിക്കും, ശാരീരികമായ ആകർഷണം കൂടുതലായിരിക്കും, രണ്ടുപേർക്കും ഇടയിലുള്ള പിന്നെ ശാരീരിക ബന്ധങ്ങൾ കൂടുതലായിട്ട് നടക്കുന്ന സമയമാണ്. അത് ഒരു സമയം വരെ നിലനിൽക്കുകയും പിന്നെ അതിങ്ങനെ പതുക്കെ താന്ന് പിന്നെ റഹ്മ എന്നുള്ള ബന്ധം തുടങ്ങും. അതൊരു കമ്പാഷനേറ്റ് ലവാണ്. രണ്ട് ആത്മാക്കൾ തമ്മിൽ ചേർന്ന് ഒന്നായി തീരുന്ന ഒന്നതാണ് ആ റഹ്മ എന്നുള്ളത്. ആ റഹ്മയിലേക്ക് നമ്മൾ അതിനെത്തിക്കണം. പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മവദ്ദയിൽ തുടങ്ങുന്ന ഇണകളുടെ ബന്ധം, ആ മവദ്ദയിൽ തുടങ്ങുമ്പോൾ ഈ മവദ്ദക്കൊരു അവസാനമുണ്ട്. മവദ്ദ എന്ന് പറഞ്ഞൊരു ഹണിമൂൺ സ്റ്റേജാണ്, ഹണിമൂൺ സ്റ്റേജ്. ആ സമയത്ത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മളിലെ ഹോർമോണുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മളെ തമ്മിൽ പരസ്പരം അടുപ്പിക്കും. നമുക്ക് ഭയങ്കര ആസ്വാദനം തോന്നും ആ സമയത്ത്. അത് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിനോദ ഉപാധികൾ ഉപയോഗിക്കുന്ന രൂപത്തിൽ അത്രമേൽ വലിയൊരു ആസ്വാദനമായിരിക്കും. ആ ആസ്വാദനം അത് തീരുന്നൊരു സമയമുണ്ട്. എല്ലാ ഹണിമൂണിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അത് തീരുന്ന സമയത്ത് പിന്നെ നമ്മൾ കിടക്കേണ്ടത് റഹ്മ എന്നുള്ള സ്റ്റേജിലേക്കാണ്. അങ്ങനെ കിടക്കണമെങ്കിൽ നമ്മൾ ബോധപൂർവം ചില ശ്രമങ്ങൾ ഉണ്ടാവണം നമ്മളെ ഇണകൾക്കിടയിലുള്ള ബന്ധങ്ങളിൽ. കാരണം മവദ്ദയിൽ നമുക്കിടയിലെ എല്ലാ ശൃംഗാരങ്ങളും സ്നേഹസല്ലാപങ്ങളും നമ്മൾക്കിടയിലുള്ള ബന്ധങ്ങളും എല്ലാം അത് താനെ നമ്മൾ ബോധത്തോടെ അല്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അവിടെ പ്രത്യേകിച്ച് നമ്മളായിട്ട് ശ്രമം എടുത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ റഹ്മയിലേക്ക് കടക്കുമ്പോൾ നമ്മളൊരു ബോധപൂർവ്വം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് തന്നെ ചെയ്യണം. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ സമയത്ത് പിന്നെ തോന്നും, ആദ്യമൊന്നും ഇങ്ങനെ അല്ലായിരുന്നല്ലോ, മുമ്പൊക്കെ ഇയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ തീരെ നോക്കണില്ല എന്നൊക്കെ പറഞ്ഞെന്തുകൊണ്ടാ വെച്ചാൽ, പിന്നെ ആ ഹണിമൂൺ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്തണമെങ്കിൽ നമ്മൾ ബോധപൂർവം എന്തൊക്കെയാണോ ഹണിമൂൺ സ്റ്റേജിൽ നമ്മൾ ചെയ്തത് അതെല്ലാം നമ്മൾ ബോധപൂർവം ചെയ്യണം.